പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഉദ്യോഗസ്ഥ ശ്രേണിയിലെ ഏറ്റവും ഉന്നത സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം, ക്യാബിനറ്റ് യോഗത്തിൽ പോലും പങ്കെടുക്കുന്ന ഒരു സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി സ്ഥാനം. ആ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ശ്രീമതി ശാരദ മുരളീധരൻ എന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അവരുടെ ഭർത്താവ് ശ്രീമാൻ വേണു, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തു പോയി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിട്ടുള്ള ശാരദ മുരളീധരൻ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കും. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദത്തിനെന്നല്ല, വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, തനിക്ക് അടുത്ത കാലത്ത് ഈ നിറവുമായി ബന്ധപ്പെട്ടൊരു അധിക്ഷേപം ഏൽക്കേണ്ടി വന്നു. തൻ്റെ കറുപ്പ് നിറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അധിക്ഷേപത്തിന് താൻ ഇരയാവേണ്ടി വന്നുവെന്നും ആ അധിക്ഷേപം തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആരോ ഒരാളിൽ നിന്നാണ് അതുണ്ടായതെന്നും പറഞ്ഞുകൊണ്ട് അവർ ഇട്ട സുദീർഘമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കേരളത്തിൽ കാരണമാവുകയുണ്ടായി. രാഷ്ട്രീയക്കാരെ വലിയ തോതിൽ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. തനിക്കും കറുത്ത നിറമുള്ളൊരു അമ്മയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വൈകാരികമായിട്ടുള്ള പിന്തുണയുമായി അദ്ദേഹം എത്തി. വേറെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വരെ പിന്തുണച്ചെത്തി. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ തോതിലുള്ള ചർച്ചകൾ ഉയർന്നു. ഇന്നലെ തന്നെ വൈകിട്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ചർച്ച ഇതായിരുന്നു. അപ്പോൾ ആ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി ശാരദ മുരളീധരൻ ഇന്നലെ തൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലത്തെ ഒരു താരമായിരുന്നു. പല ടെലിവിഷൻ ചാനലുകളിലും അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അവർ പല ദൃശ്യമാധ്യമങ്ങൾക്കും പ്രതികരണം നൽകിയിരുന്നു. അങ്ങനെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇന്നലെ. എന്നുവെച്ചാൽ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, ചിലപ്പം നാളെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ്, അവർ ഒരു വലിയ താരമായിരുന്നു. അപ്പോൾ അവർ ഈ ദൃശ്യമാധ്യമങ്ങളോടൊക്കെ തന്നെ ഈ കറുപ്പ് നിറം ഉള്ളത് സംബന്ധിച്ചിട്ട് ഉണ്ടാകുന്ന വിവേചനം, അവരുടെ കുട്ടികൾ അവരെക്കുറിച്ച് പറഞ്ഞത്, അവരൊരു കൊച്ചുകുട്ടിയായിരുന്നവർ ഈ കറുത്ത നിറമായിരുന്നുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് പറയുന്നവരെന്നൊക്കെ പറഞ്ഞ് വളരെ ഈ പറഞ്ഞ പോലെ വൈകാരികമായി ആ വനിത ഒരു ദിവസത്തെ മുഴുവൻ വാർത്തയും കൊണ്ട് അങ്ങ് പോയി. അതാണ് നമ്മൾ കണ്ടത്. സുഹൃത്തുക്കളെ, അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന 2-3 സംശയങ്ങളുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ സമൂഹത്തിലേക്ക് കിട്ടുന്ന സൂചന എന്താണ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് ചില സംശയങ്ങൾ നമുക്ക് വരും. ഇന്നലെ ദൃശ്യമാധ്യമങ്ങളും അല്ലാതെയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ആഘോഷമായി അങ്ങ് അർമാദിക്കുകയായിരുന്നു. ഈ സ്ത്രീയും വന്നിരുന്ന് ഈ വനിതയും വന്നിരുന്ന് അവർ ഈ പറഞ്ഞ പോലെ കറുപ്പൊരു അഴകാണെന്നൊക്കെ ഉള്ള നിലയിലുള്ള തട്ടിമൂളലും തള്ളലുകളുമൊക്കെ അവർ നടത്തുന്നതാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം തോന്നിയതാണ്. ഇന്നിപ്പോൾ മാതൃഭൂമി, മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ തന്നെ അതങ്ങ് വലിയ തോതിൽ ആഘോഷിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വനിതയും ആ ആഘോഷത്തിനൊപ്പം നിന്ന് ഇങ്ങനെ കൈയടിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ വനിത പറഞ്ഞ സംഭവം എന്ത് സന്ദേശമാണ് സുഹൃത്തുക്കളെ സമൂഹത്തിന് നൽകുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഈ വനിത, ഈ ശാരദ മുരളീധരൻ എന്ന് പറയുന്ന വനിത? അവർ ഒരു സാധാരണക്കാരിയല്ല. അവർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് ശാരദ മുരളീധരൻ. ഒരു ചീഫ് സെക്രട്ടറിയാണ് നമ്മൾ ചീഫ് സെക്രട്ടറി. ആ ചീഫ് സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് എന്താണ്? തൻ്റെ നിറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് അപകീർത്തികരമായിട്ടുള്ള ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായി എന്നുള്ള സൂചനയാണ് ആ വനിത ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലെ ഉദ്യോഗസ്ഥ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ശാരദ മുരളീധരന് അവരുടെ നിറം കറുപ്പാണെന്നുള്ള നിലയിലുള്ള ഒരു അപകീർത്തിപ്പെടുത്തൽ, ഒരു അതിശയവാർഹമായിട്ടുള്ള ഒരു സമീപനം അവരുടെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് വന്നു എന്നല്ലേ അവർ പറയുന്നത്. അതവർ സൂചിപ്പിക്കുന്നു. ഉദ്യോഗസ്ഥനെന്ന് പറയുന്നില്ലെങ്കിലും തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്നാണ് വന്നു എന്നുള്ളതാണ്. അത് ഏതാണ്ട് ഇവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരു IAS കാരനിൽ നിന്നൊക്കെ ആയിരിക്കാം അത് വന്നത് എന്നുള്ളത് വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പായ കാര്യമാണ്, ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ വന്നുവെങ്കിൽ
ഈ വനിത അത് ഉപയോഗിച്ചുകൊണ്ട് അതൊരാഘോഷമാക്കി മാറ്റുകയും അതുപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുകയായിരുന്നോ? അവർ ഗൗരവത്തിലായിരുന്നു ഈ പ്രശ്നത്തെ സമീപിച്ചിരുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത്. തെറ്റായ സന്ദേശമല്ലേ അവർ സമൂഹത്തിൽ കൊടുത്തത്? അവരെ കറുപ്പെന്ന് പറഞ്ഞ് അവരുടെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ഇന്ന ഉദ്യോഗസ്ഥൻ എന്നെ ഇങ്ങനെ ചെയ്തു, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അയാളെ ആ തെറ്റിന് കാരണക്കാരനായിട്ടുള്ള അയാൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാക്കുകയില്ലായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നു. അവരുടെ മനസ്സിനെ അത് ബാധിച്ചെങ്കിൽ, അവർക്കത് അപകീർത്തികരമായി തോന്നിയെങ്കിൽ, അത് അധിക്ഷേപാർഹപരമായി അവർക്ക് തോന്നിയെങ്കിൽ ആ പറഞ്ഞ ആൾക്ക് തക്ക ശിക്ഷ മേടിച്ചു കൊടുക്കാനും തയ്യാറാവുകയല്ലായിരുന്നു അവർ ചെയ്യേണ്ടത്. ആ പറഞ്ഞയാളെ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലായിരുന്നു അവർ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഉദ്ദേശം, ആ ശാരദാ മുരളീധരൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. തൻ്റെ നിറം പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ച ആളെ അയാൾ ആ തെറ്റ് തിരുത്തക്ക രീതിയിൽ ഉള്ള നടപടി അയാൾക്കെതിരെ എടുക്കണം എന്ന് ഈ വനിതയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അത് മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം എങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാം എന്നാണ് ഈ വനിതയ്ക്ക് തോന്നിയത്. അപ്പോൾ അവർക്കതൊരു ഒരു ഒരു വാർത്താ പ്രാധാന്യം അതിലൂടെ നേടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് അവർ ഈ ഒരു വിഷയം അവതരിപ്പിച്ചതിലൂടെ സമൂഹത്തിലേക്ക് നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മളൊക്കെ ഏതെങ്കിലും എടുത്തങ്ങ് വലിയ രാഷ്ട്രീയക്കാരൊക്കെ എടുത്തങ്ങ് വലിയ ചർച്ചയാക്കി മാറ്റാനുള്ള കാരണം എന്താ? ആ കാരണം എന്ന് പറയുന്നത് കേരളത്തിലൊരു ചീഫ് സെക്രട്ടറി ഇത് ഉന്നയിച്ചുകൊണ്ടാണ്. ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, വേറുള്ളവരെടുത്ത് അത് പരിശോധിച്ചു കൊള്ളട്ടെ. പക്ഷേ നിറവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവേചനം നമ്മുടെ സമൂഹത്തിൽ ആണ്ടിറങ്ങി നിൽക്കുന്ന, ആഴത്തിൽ നിൽക്കുന്ന ഒരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? അതിപ്പോൾ നമ്മളെല്ലാവരും മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചർച്ച ചെയ്യുന്നത് അത് കേരളത്തിലൊരു ചീഫ് സെക്രട്ടറി ഉന്നയിച്ചുകൊണ്ടല്ലേ നമ്മളതൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിൻ്റെ പുറകെ അങ്ങ് പോയി, എല്ലാവരും നമ്മളതിനെ അങ്ങ് ചർച്ച ചെയ്തു. കറുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അഴകാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോയി. ഒരു ദിവസത്തെ ചർച്ച കൊണ്ട് അതങ്ങ് പോയി എന്നുള്ളതല്ലാതെ എന്താണ് ഇതിനകത്തുനിന്നുണ്ടായ ഒരു നേട്ടം? അപ്പം ആ നേട്ടം ഉണ്ടാകണമായിരുന്നെങ്കിൽ അത് ചെയ്തയാൾ ശിക്ഷിക്കപ്പെടണമായിരുന്നു. ആ ലക്ഷ്യം അതേറ്റ ഇരയ്ക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ചീഫ് സെക്രട്ടറി സംസാരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവെടുത്ത് സംസാരിച്ചു, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെടുത്ത് സംസാരിച്ചു, പത്രങ്ങളെടുത്ത് സംസാരിച്ചു. സാധാരണക്കാർക്കെതിരെ ഇതുപോലെ എത്രയോ സമൂഹത്തിൽ ഇതുപോലെ വിവേചനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെന്തെങ്കിലും ഇവിടെ ചർച്ച ആവാറുണ്ടോ? ആ യഥാർത്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരിഞ്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഈ ചർച്ച സഹായിച്ചു സുഹൃത്തുക്കളെ. പിന്നെ കറുപ്പ് എന്ന് പറയുന്നത് നമ്മളെടുത്ത് പറയാനാണെങ്കിൽ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കറുത്ത നിറമുള്ള ഒരു ഉന്നത കുലജാതനല്ലായിരുന്നു. അദ്ദേഹത്തെ ആളുകൾ കറുപ്പെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അധിക്ഷേപിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കേരളത്തിൻ്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കറുപ്പെന്നുള്ളതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന നിലയിലുള്ള കഴിവുകളുള്ളവരെ സംബന്ധിച്ചിടത്തോളം കറുപ്പൊന്നും അവർക്ക് പ്രശ്നമാവേണ്ട കാര്യമില്ല. ആത്യന്തികമായി ഞാൻ പറയുന്നത്, ഇവിടുത്തെ ജീവൽ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന്, ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒരു ദിവസത്തേക്കൊന്ന് ശ്രദ്ധ മാറ്റാൻ മാത്രമാണ് ഈ സ്ത്രീയുടെ, ഈ ശാരദാ മുരളീധരൻ്റെ ഈ പ്രതികരണം കൊണ്ട് കഴിഞ്ഞത്. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്. ഈ സ്ത്രീ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ജനവിരുദ്ധമായിട്ടുള്ള എത്രയോ തീരുമാനങ്ങൾ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നു പിണറായി സർക്കാരിൻ്റെ ഭാഗമായി. ആശാവർക്കർമാരുടെ സമരം ഇവിടെ നടക്കുമ്പോഴാണ് അവർ തൻ്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ചർച്ച കൊണ്ടുപോകുന്നത്. 40 ദിവസത്തിൽ കൂടുതലായി നൂറുകണക്കിന് ആശാ തൊഴിലാളികൾ അവിടെ കിടന്ന് അവരുടെ കാറ്റും മഴയും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോയി ഒരു ദിവസം. അങ്ങനെ പോകാൻ ഇവരുടെ ഈ പ്രതികരണം സഹായിച്ചു എന്നുള്ളതല്ലാതെ ഇവർ ഈ കറുപ്പിനെ കുറിച്ച് പറഞ്ഞത് കറുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ സഹായിക്കണം എന്ന് ഈ ശാരദാ മുരളീധരന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നുന്നില്ല. ഈ ഉന്നത സ്ഥാനത്തിരുന്നുകൊണ്ട് തൻ്റെ നിറത്തിൻ്റെ പേരിൽ ഒരു ദിവസം ഒരു താരമായി മാറാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക്
ഇതൊന്നും ഒന്നും ഈ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഈ പ്രതികരണം സമൂഹത്തിൽ വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുത്തത് എന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്.